നമസ്കാരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ പരോക്ഷ വിമർശനവുമായി ഇടത് സഹയാത്രികനും കവിയും അതേപോലെ മലയാളം മിഷൻ ഡയറക്ടറുമായ മുരുകൻ കാട്ടാക്കട രംഗത്ത് വന്നു. മാലാഖമാർ എന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നതിനപ്പുറം സംസ്ഥാനത്തെ നഴ്സുമാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആരും ശ്രമിക്കുന്നില്ല എന്ന് മുരുകൻ കാട്ടാക്കട കണ്ണൂരിൽ വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ നഴ്സസ് വാരാഘോഷം സമാപന സമ്മേളനം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലെ ലിനി പുതുശ്ശേരി നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത രാജ്യമായ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ചികിത്സ, ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവരിലേക്ക് ചുരുങ്ങുമ്പോൾ കേരളം ലോകത്തിന് മാതൃകയാവുന്ന വിധത്തിൽ ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഉയർന്ന നിലവാരത്തിൽ എത്തി നിൽക്കുകയാണ്. എന്നാൽ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാരെ ചൂഷണം ചെയ്യുന്നത് തുടരുന്നതിനെതിരെ പ്രതികരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും മുന്നോട്ട് വരുന്നില്ല എന്നത് ഖേദകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിലയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജില്ലാ നഴ്സിംഗ് ഓഫീസർ ദേവയാനി കല്ലേൻ അധ്യക്ഷയായിരുന്നു. എം വിജിൻ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇതിനിടെ ജില്ലാ നഴ്സസ് വാരാഘോഷത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് സ്പീക്കർ AN ഷംസീർ വിട്ടുനിന്നത് വിവാദമായിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവാതെ സർക്കാരും ബന്ധപ്പെട്ട അധികൃതരും നിസ്സംഗരായുള്ള നിൽപ്പ് തുടരുകയാണ്. 8 നിലകളിലേക്ക് രോഗികളും കുട്ടിരിപ്പുകാരും ഉപയോഗപ്പെടുത്തുന്ന 7 ലിഫ്റ്റുകൾ പ്രവർത്തിക്കാതായിട്ട് മാസങ്ങളായി. പുതുതായി ഉദ്ഘാടനം ചെയ്ത 2 ലിഫ്റ്റുകളും ഇടിമിന്നലിൽ തകരാറിലായി. ഇതോടൊപ്പം മോർച്ചറിയിൽ ഫ്രീസറുകളും കേടായതിനാൽ മൃതദേഹങ്ങൾ കൊണ്ട് ബന്ധുക്കളും പോലീസും നെട്ടോട്ടമോടുകയാണ്. അടിസ്ഥാനപരമായ ഈ പ്രശ്നങ്ങളിൽ ഇന്ന് രാവിലെ നഴ്സസ് വാരാഘോഷത്തിന്റെ സമാപന പരിപാടിക്ക് എത്തുന്ന സ്പീക്കർ ഒന്നും മിണ്ടുമോ എന്നാണ് മലയാള മനോരമ വാർത്തയായി നൽകിയത്. ഇതേ തുടർന്ന് ഇന്ന് രാവിലെ ആണ് സ്പീക്കറുടെ പരിപാടി റദ്ദാക്കിയതായി സംഘാടകർക്ക് വിവരം ലഭിച്ചത്. പെട്ടെന്ന് തന്നെ സ്പീക്കർ പരിപാടി റദ്ദാക്കിയതിന് പിന്നിൽ ഈ പത്രവാർത്തയാണെന്നാണ് സൂചന. ഇന്നലെ രാത്രി വരെ സ്പീക്കർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സ്പീക്കറുടെ ഓഫീസ് വിവരം നൽകിയെങ്കിലും പെട്ടെന്ന് സ്പീക്കറുടെ പരിപാടി റദ്ദാക്കിയതിന് വ്യക്തമായ കാരണങ്ങൾ പറയാത്തതിനാൽ വിവാദങ്ങൾക്ക് ചൂടുകൂടിയിട്ടുണ്ട്. എന്നാൽ ഒഴിച്ചുകൂടാനാവാത്ത മറ്റ് ചില പരിപാടികളിൽ പങ്കെടുക്കേണ്ടതിനാലാണ് പരിയാരത്തെ പരിപാടി റദ്ദാക്കേണ്ടി വന്നത് എന്നാണ് സ്പീക്കറുടെ ഓഫീസിന്റെ വിശദീകരണം.